കാശ്മീർ പെഹൽഗാമിൽ ആക്രമണം നടത്തിയ സംഘടനയെ അമേരിക്ക ഭീകരവാദ പട്ടികയിൽപ്പെടുത്തിയിരിക്കുകയാണ്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ശുഭ സൂചനയല്ലേ? കാരണം ഇന്ത്യ ഇത് ആവശ്യപ്പെടുകയാണ്. കുറച്ച് നാളുകളായി തന്നെ ഈ സംഘടനയെ ഈ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാൻ ശ്രമിക്കുകയും അതിൽ മറ്റൊരു ലക്ഷ്യമുണ്ട്. ഈ സംഘടനയ്ക്ക് പൂർണ്ണമായി തന്നെ പിന്തുണ നൽകുന്നത് പാകിസ്ഥാനാണെന്ന് പറയുന്നത് പകൽ പോലെ വ്യക്തമാണല്ലോ. ഇന്ത്യയുടെ ഇപ്പോഴുള്ള നീക്കത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? സത്യത്തിൽ വലിയ വിജയമാണത്. TRF ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന ലഷ്കർ ഇ തോയ്ബയുടെ ഒരു ഉപവിഭാഗം, ഒരു നിഴൽ സംഘടനയാണ് ഇവർ. ഒരു ശരിക്കും 2019 ശേഷമാണ്, ഏതാണ്ട് കോവിഡ് 2020 ആ കാലത്തൊക്കെയാണ് ഇവരുടെ പ്രവർത്തനം സജീവമാകുന്നത്. അതിനു മുമ്പ് തന്നെ ഇത് രൂപീകരിക്കപ്പെട്ടിരിക്കാം. നമുക്കതിൻ്റെ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇടത് നിരീക്ഷകർ ഉൾപ്പെടെ പറയുന്നത് ആർട്ടിക്കിൾ 370 ഒഴിവാക്കിയതിനു ശേഷം രൂപപ്പെട്ടൊരു സംഘടനയാണ്. അതുകൊണ്ടാണ് അവരുടെ പോരാട്ടങ്ങൾക്ക് കൂടുതൽ ഊർജം. അതല്ല, ഇവർക്കത് ആവശ്യമാണ്. കാരണം ആർട്ടിക്കിൾ 370 എങ്ങനെയെങ്കിലും അവിടെ തിരിച്ചു കൊണ്ടുവന്ന് പഴയ പോലെ ഈ കാശ്മീരിൻ്റെ വികസനം തടസ്സപ്പെടുത്തി കേന്ദ്ര സർക്കാർ നൽകുന്ന ഫണ്ട് ചില പ്രത്യേക പോക്കറ്റുകളിലേക്ക് കൊണ്ടുപോവുകയും അതുവഴി അവിടെ തീവ്രവാദം വളർത്തുകയും ഒക്കെയാണ് പലരുടെയും മോഹം. അതിന് ഈ ഇടതുപക്ഷവും ചൂട്ടുപിടിക്കുകയാണ്. അവരെന്നും ഇന്ത്യ വിരുദ്ധതയാണല്ലോ അവരുടെ മുഖമുദ്ര. അതുകൊണ്ട് അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഈ സംഘടന 2019 തന്നെ അത് രൂപീകരിക്കാനുള്ള നീക്കങ്ങളുമായിട്ട് ഇവർ മുന്നോട്ട് പോയിട്ടുണ്ട്. അത് ആ കാലത്ത് തന്നെ രൂപീകരിക്കപ്പെട്ടിരിക്കാം. ഒരു പക്ഷേ അവർ രംഗത്ത് വരുന്നത്, മറനീക്കി പുറത്തു വരുന്നത് ഈ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് ശേഷമായിരിക്കാം. ലഷ്കർ ഇ തോയ്ബ എന്തായാലും ആർട്ടിക്കിൾ 370 ബന്ധമുള്ളതല്ലല്ലോ. 10-20 വർഷത്തിൽ കൂടുതലായിട്ട് കാശ്മീർ വിമോചനത്തിന് വേണ്ടിയിട്ട് പാക് അധീന കാശ്മീർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു നല്ല ഒന്നാന്തരം നിരോധിത ഭീകര സംഘടനയാണ് LET അഥവാ ലഷ്കർ ഇ തോയ്ബ. ആ സംഘടനയുടെ കാശ്മീരിലെ ഒരു മുഖം മാത്രമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ബ്രാഞ്ച് ആണ് ഈ TRF ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഈ സംഘടന. അപ്പോൾ ഇതിനെ ഇപ്പോൾ ശരിക്കും അമേരിക്കൻ ഭരണകൂടം ഇതിനെ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിനെ ഒരു ഭീകര സംഘടനയായിട്ട്, ഇസ്ലാമിക ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വൈരുദ്ധ്യം തോന്നും. കാരണം പാകിസ്ഥാനാണ് ഇതിൻ്റെ എല്ലാം പുറകിൽ പ്രവർത്തിക്കുന്നത്. ആ പാകിസ്ഥാൻ്റെ സൈനിക തലവനെ വിളിച്ച് നല്ല മൃഷ്ടാന്ന ഭോജനം വിളമ്പിയ ആളാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്. അപ്പോൾ ഈ ട്രംപ് ഒരേ സമയം 2 വള്ളത്തിൽ കാലൂന്നുകയാണോ എന്ന് നമുക്ക് തോന്നും. ട്രംപിൻ്റെ നയങ്ങളൊക്കെ നമുക്കറിയാം. ട്രംപ് ബേസിക്കലി ഒരു കച്ചവടക്കാരനാണ്. അതുകൊണ്ട് ട്രംപിൽ നിന്ന് നമ്മൾ അതിൽ കൂടുതലായിട്ടുള്ള ഒരു പിന്തുണയും പ്രതീക്ഷിക്കേണ്ട. ഇവിടെ ഇപ്പോൾ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചു എന്ന് കരുതുന്ന TRFനെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചത് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അതായത് US സെനറ്റിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ കൃത്യമായ ഇടപെടലുകളിലൂടെ അമേരിക്കൻ ഭരണകൂടം, അമേരിക്കൻ പാർലമെൻറ്റ് ഒക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വിശകലനം ചെയ്ത് ചർച്ച ചെയ്ത് ഒക്കെ തീരുമാനമെടുക്കുന്ന ഒരു കാര്യമാണ് ഈ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ട്രംപ് എന്നുള്ളൊരു വ്യക്തിക്കപ്പുറത്തേക്ക് അമേരിക്കൻ ഭരണകൂടം, അമേരിക്കൻ സ്റ്റേറ്റ് മൊത്തത്തിൽ ഈ TRF എന്ന് പറയുന്ന സംഘടനയെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാൻ മുൻകൈ എടുത്തു എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഇതേക്കുറിച്ച് നമ്മുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ പ്രതികരിച്ചിട്ടുണ്ട് Xൽ. അദ്ദേഹം ഇത് സ്വാഗതം ചെയ്തു. അദ്ദേഹം പറയുന്നത് ഈ കൃത്യമായിട്ടും ഇന്ത്യ ഹാജരാക്കിയ തെളിവുകൾ, ഇന്ത്യ സമർപ്പിച്ച തെളിവുകൾ, ഇന്ത്യ കൈമാറിയ തെളിവുകൾ ഒക്കെ അമേരിക്കയെ കൺവിൻസ് ചെയ്തു എന്നാണ്. അമേരിക്കയ്ക്ക് പാകിസ്ഥാന് നൽകിയാൽ അവർ വീണ്ടും കൂടുതൽ തെളിവ്. അതെ, അവരെങ്ങനെ പാകിസ്ഥാനെ സംബന്ധിച്ച് അതിന് ഇടക്കാലത്ത് തന്നെ ബിലാവൽ ഭൂട്ടോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തെളിവ് കൊണ്ടുവരും, ഞങ്ങൾ ഇവിടുന്ന് അങ്ങ് തള്ളിത്തരാം എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ബിലാവൽ ഭൂട്ടോയുടെ കണ്ണടച്ച് തുറക്കണതിന് മുമ്പേ ബിലാവൽ ഭൂട്ടോയുടെ ജീവൻ പോകും. ഹാഫിസ് സയ്യിദിനെയൊക്കെ തൊട്ട് കളിച്ചാൽ ബിലാവൽ ഭൂട്ടോയ്ക്ക് അറിയാം, അമ്മയുടെ ഗതി എന്താണെന്ന് ബിലാവൽ ഭൂട്ടോയ്ക്ക് അറിയാമല്ലോ. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഇന്ത്യ തെളിവുകളെല്ലാം കൈമാറി. അത് അമേരിക്കൻ ഭരണകൂടം, അവിടെ അമേരിക്ക ചുമ്മാ ഈ തെളിവ് കൈ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അങ്ങ് പ്രഖ്യാപനമൊന്നും നടത്തില്ല. അവർ അത് വളരെ കൃത്യമായിട്ട് അവരുടെ ചാരസംഘടനയും അവരുടെ
മിലിറ്ററി ഇൻ്റലിജൻസും FBI പോലെയുള്ള ഏജൻസികളും ഒക്കെ അത് തലനാരിഴ കീറി പരിശോധിച്ചിട്ടാണ് അവർ അവസാനം ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അമേരിക്ക ഒരു സുപ്രഭാതത്തിൽ വന്ന് അങ്ങ് പ്രഖ്യാപിക്കുകയല്ല ചെയ്തത്. മറിച്ച് ഇന്ത്യ സമർപ്പിച്ച തെളിവുകളെല്ലാം പരിശോധിച്ച് അത് യുക്തിസഹമാണെന്നും സത്യമാണെന്നും ബോധ്യപ്പെട്ടിട്ടാണ് അമേരിക്ക ഈ TRF എന്ന് പറയുന്ന ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ ഒരു ഭീകര സംഘടനയുടെ പട്ടികയിൽപ്പെടുത്തുന്നത്. അപ്പോൾ അതിനെയാണ് ജയശങ്കർ സ്വാഗതം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം ഇന്ത്യ എന്താണ് ഈ കാര്യത്തിൽ ചെയ്തിരിക്കണമെന്നും അമേരിക്കയ്ക്ക് എന്തൊക്കെ കൈമാറിയിട്ടുണ്ടെന്നും ഒക്കെ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആൾക്കാരിൽ ഒരാളാണല്ലോ ജയശങ്കർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിൻ്റെ ഈ നടപടിയെ സ്വാഗതം ചെയ്ത് രംഗത്ത് വരികയും ഒപ്പം ഇവരെ തടയാനാവശ്യമായ ഈ ഭീകര സംഘടനകളെ തടയാനാവശ്യമായ അവർക്ക് സാമ്പത്തിക സഹായം കിട്ടുന്ന, ലോകത്ത് ഈ പല സംഘടനകൾക്കും പല സ്ഥലത്തുനിന്നും സാമ്പത്തിക സഹായങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ സാമ്പത്തിക സഹായങ്ങൾ നിയമവിധേയമായിട്ട് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സംഘടനകളുണ്ട്. അപ്പോൾ അവരെ കൃത്യമായിട്ട് ഇത് പറഞ്ഞു ബോധ്യപ്പെടുത്തി തടയാൻ, ഇപ്പോൾ അമേരിക്ക ഇവരെ ഇത്തരത്തിൽ ഒരു ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയിൽ നിന്ന് ഇവർക്ക് എയ്ഡുകൾ കിട്ടില്ല. അമേരിക്കയിലെ ചില സംഘടനകളുണ്ട്, ഈ സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഭാഷ പരിപോഷിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന പല NGOകളുണ്ട്. അത്തരത്തിലുള്ളവരുടെ വലിയ സാമ്പത്തിക സഹായം ഇത്തരം സംഘടനകൾക്ക് കിട്ടും. ഇപ്പം മനുഷ്യാവകാശത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് പണം കിട്ടുന്നത് അങ്ങനെയൊക്കെയാണ്. അത് ഈ അമേരിക്ക ഇവരെ ഒരു ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അമേരിക്കയിൽ നിന്ന് വൈറ്റായോ ബ്ലാക്കായോ ഇവർക്ക് പണം കിട്ടില്ല. അത് ഒരു വലിയ വിജയമാണ്. അതുപോലെ ഈ സംഘടനകൾക്ക് ഏതെങ്കിലും തരത്തിൽ മറ്റ് സഹായങ്ങൾ, പിന്തുണ ഒക്കെ ഈ പറഞ്ഞതുപോലെ ചില രാജ്യങ്ങളുടെയും ചില സർക്കാരുകളുടെയൊക്കെ പിന്തുണ ഇവർക്ക് കിട്ടുന്നുണ്ടാകും. അതെല്ലാം തടസ്സപ്പെടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെ ആരെങ്കിലും അത്തരത്തിൽ ഏതെങ്കിലും ഒരു രാജ്യം ഈ സംഘടനകളെ സഹായിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ അവർക്ക് IMFൻ്റെ ധനസഹായം നിൽക്കും, ലോകബാങ്കിൻ്റെ ധനസഹായം നിൽക്കും, ലോകത്തുള്ള മറ്റു പല ഏജൻസികളും ഇവർക്ക് കടം കൊടുക്കുന്നവരുണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് പാകിസ്ഥാൻ കടം വാങ്ങുന്നത് IMFൽ നിന്ന് ലോൺ എടുത്ത കഥ നമുക്കറിയാമല്ലോ. അത്തരം ലോണുകൾ ഇവർക്ക് കൊടുക്കുന്നത് തടയാം. ഈ ഫിനാൻഷ്യൽ ഇടപെടൽ, ഈ സാമ്പത്തിക ഇടപെടൽ തടസ്സപ്പെടുത്താൻ കഴിയും. അത് നേരത്തെ പാകിസ്ഥാൻ അത്തരത്തിലൊരു പട്ടികയിലായിരുന്നു. അവർക്ക് IMFൻ്റെ അടക്കമുള്ള ലോണുകൾ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ 2024 അത് മാറി, ആ ബാൻ മാറിക്കിട്ടിയത്, ആ തടസ്സം അവർക്ക് മാറിക്കിട്ടിയത്. പക്ഷേ വീണ്ടും ഇപ്പോൾ പാകിസ്ഥാൻ അങ്ങനൊരു ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ വിദേശ ധനസഹായം ലഭിക്കുന്നത് തടയുന്ന തരത്തിലേക്ക് ഇന്ത്യയുടെ നയതന്ത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ജയശങ്കർ അതെല്ലാം കൂടെ വെച്ചുകൊണ്ടാണ് ജയശങ്കർ ഈ നടപടിയെ സ്വാഗതം ചെയ്യുകയും അതിൻ്റെ മറ്റു കാര്യങ്ങൾ വിശദമാക്കുകയും ചെയ്തത്. എന്തായാലും ഇപ്പം മാർക്കോ റൂബിയോ ആണ് ഇതിനെ സംബന്ധിച്ച US സ്റ്റേറ്റ് സെക്രട്ടറി, അവിടുത്തെ നമ്മുടെ വിദേശകാര്യമന്ത്രിക്ക് അതുപോലെ തുല്യനായ ഒരാളാണ്. അപ്പോൾ അദ്ദേഹമാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇവർ ലക്ഷണമൊത്ത ഒരു ഭീകര സംഘടനയാണ്, പഹൽഗാം അറ്റാക്കിൻ്റെ പുറകിൽ ഇവർ തന്നെയാണ്, തെളിവുകൾ പരിപൂർണമാണ്, വ്യക്തമാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഭാവി പ്രവർത്തനങ്ങൾ ഇനി എങ്ങനെയായിരിക്കും, ഇത് വലിയ തോതിൽ തടയപ്പെടും. ഇവരുമായിട്ട് പാകിസ്ഥാന് നേരിട്ട് ബന്ധമുണ്ട് എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാന് അത് വലിയ തിരിച്ചടിയായിരിക്കും. പാകിസ്ഥാന് കിട്ടാനുള്ള പല എയ്ഡുകളും ധനസഹായങ്ങളും അതോടെ നിന്നു പോകും. അത് പാകിസ്ഥാന് കിട്ടാതെ ആകും എന്നുള്ളതാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇവരെ ഭീകരസംഘടനയായിട്ട് പ്രഖ്യാപിക്കുന്നതിലൂടെ ലോകമെങ്ങും നമ്മുടെ സ്റ്റാൻഡ്, അതായത് ഇന്ത്യയുടെ നിലപാട് ആണ് ശരി എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ ലോകം അംഗീകരിച്ചിരിക്കുന്നു ഇല്ലാതെ അമേരിക്ക വെറുതെ വന്ന് പറയത്തില്ലല്ലോ. ലോകം അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത്. അതുകൊണ്ട് ഈ TRFനെ അമേരിക്ക ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരും ചോദിക്കും, അമേരിക്ക ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചതുകൊണ്ട് എന്താ ഇപ്പോൾ കാര്യം? അമേരിക്ക ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചത് കൊണ്ട് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ, ആ അമേരിക്ക തന്നെ മുന്നോട്ട് വെക്കുന്ന മറ്റു കാര്യങ്ങളുണ്ട്, അതെല്ലാം നമുക്ക് അനുകൂലമായി മാറും. ഇത്തരം സംഘടനകളെ ഒന്നൊഴിയാതെ ലോകത്തു നിന്ന് ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് അത് കൂടുതൽ കരുത്ത്
അതായത് ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾക്ക്, ഇന്ത്യ മാത്രമല്ല, ഇവരുടെ അട്രോസിറ്റീസിന്, ഇവരുടെ ക്രൂരതയ്ക്ക് ഇരയാകുന്ന മറ്റു പല രാഷ്ട്രങ്ങളുമുണ്ട്. അവർക്കെല്ലാം ഇത്തരം സംഘടനകളെയും അവരെ പിന്തുണയ്ക്കുന്ന രാജ്യത്തെയും ഒറ്റപ്പെടുത്താനും അവർക്ക് ധനസഹായം നൽകുന്നത് തടയാനും അവരുടെ ഈ ഭീകര പ്രവർത്തനങ്ങൾ ഇല്ലായ്മ ചെയ്യാനുമുള്ള കരുത്ത് വർദ്ധിപ്പിക്കും.